പെരുന്നാൾ നൽകുന്നത് മാറ്റത്തിന്റെ സന്ദേശമാണെന്നും ആത്മനിയന്ത്രണത്തിന്റെ വഴിയിൽ വ്രതശുദ്ധിയുടെ തീരമണഞ്ഞ് ആത്മീയ ജീവിതത്തിൽ സജീവമാക്കുകയാണ് ചെറിയ പെരുന്നാളെന്നും പരസ്പര വിദ്വേഷവും വെറുപ്പും വളർത്തി വിഭാഗീയതയ്ക്ക് ആക്കം കൂട്ടുന്ന എല്ലാ പ്രവണതകളെയും മാറ്റത്തിലേക്ക് നയിക്കാൻ പെരുന്നാൾ ആഘോഷത്തിന്റെ ചേർത്തുപിടിക്കലുകൾക്കും ആലിംഗനങ്ങൾക്കും സാധ്യമാവണമെന്നും പി.കെ. സക്കരിയ സ്വലാഹി അഭിപ്രായപ്പെട്ടു. ധർമ്മമാണെന്ന് പറയുന്ന നന്മയാണെന്ന് അറിയിച്ചു കൊടുക്കുന്ന തിന്മയാണെന്ന് ആരുടെ മുമ്പിലും മടിയില്ലാതെ പറഞ്ഞിരുന്ന ആ ഒരു അവസ്ഥ നിങ്ങൾ കൈവടിയുകയും ചെയ്താൽ അല്ലാഹു നിങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുക തന്നെ ചെയ്യും. ഇസ്സത്ത് നിങ്ങളിൽ നിന്ന് ഊരിയെടുക്കപ്പെടും. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ മതത്തിന്റെ സംസ്കാരം ദൈവം എന്തെന്ന് പറഞ്ഞോ ആ സംസ്കാരത്തിലേക്ക് മടങ്ങി വരുന്നത് വരെ നിങ്ങളിൽ നിന്ന് ആ നിന്യത ഊരിയെടുക്കപ്പെടുന്നതല്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സുന്ദരമായി 1400 വർഷങ്ങൾക്ക് മുമ്പ് മദീനയിൽ തന്റെ പ്രിയപ്പെട്ടവരുടെ മുമ്പിൽ വെച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട്. എങ്കിൽ മുസ്ലിം സമൂഹമേ, കേവലം നാമത്തിൽ മാത്രമുള്ള ഇസ്ലാമല്ല, കേവലം ഏതെങ്കിലും രൂപത്തിലുള്ള ഇസ്ലാമല്ല, കേവലം പ്രകടനപരതയല്ല. ഇസ്ലാം എന്ന് പറഞ്ഞാൽ അത് സമ്പൂർണമായ സമർപ്പണമാണ്. നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന, നാം ജനിക്കുന്നതിന് മുമ്പ് ഇവിടെയുള്ള എല്ലാ സൗകര്യങ്ങളും ഏർപ്പെടുത്തി തന്ന, നാം ജനിക്കുന്നതിന് മുമ്പ് നമ്മുടെ ഉമ്മയുടെ ഗർഭാശയത്തിലുള്ള സമയത്ത് ജീവിക്കാൻ ആവശ്യമായ സകല മാർഗങ്ങളും നൽകിയിട്ടുള്ള ഒരു സെക്ടാവുണ്ട്. ആ സെക്ടാവിന് നിങ്ങളെ ജീവിതം സമർപ്പിച്ചുകൊണ്ട് സഹജീവികളെ ചേർത്ത് പിടിച്ച് മനുഷ്യനായി ജീവിക്കുവാനുള്ള എല്ലാ മാർഗനിർദ്ദേശങ്ങളും നൽകിയ പ്രഖ്യാപനമാണ് ഈദുൽ ഫിത്റിന്, പെരുന്നാൾ നമസ്കാരത്തിന് മുമ്പ് നമ്മുടെ നാവുകൾ ഒരുവിട്ട തക്ബീർ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അല്ലാഹുവേ, നീയാണ് വലിയവൻ, നീയാണ് വലിയവൻ, നീയാണ് വലിയവൻ, നീ അല്ലാതെ ആരാധനക്കർഹനില്ല, നീയാണ് വലിയവൻ, നിനക്കാണ് സർവസ്തുതി എന്നത് കേവലം മുൻവിടാനുള്ള വാചകങ്ങളല്ല, ജീവിതം കൊണ്ട് കാണിച്ചു കൊടുക്കാനുള്ളതാണ്. അല്ലാഹുവിന് ജീവിതം സമർപ്പിച്ചുകൊണ്ട് മനുഷ്യനെന്ന നിലക്ക് എങ്ങനെ ജീവിക്കാമെന്ന് കാണിച്ചു തന്ന പ്രവാചക മാതൃകളിലേക്ക് തിരികെ പോകാൻ ഈദുൽ ഫിത്ർ നമ്മെ സഹായിക്കാം. അത് മാത്രമാണ് ലഹരി എന്ന ക്രൂരതക്ക് ആ ലഹരി എന്ന് പറയുന്ന സാമൂഹിക വിപത്തിനെതിരെ ശബ്ദിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടത് അപാരമാരെ ഓർമ്മപ്പെടുത്താൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ലഹരി വിറ്റതിന്റെ പേരിൽ കുറ്റവാളികളായി പിടിക്കപ്പെടുന്ന നമ്മളെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരുന്നവരോട് പറയാനുണ്ട് നമ്മൾക്ക്, സഹോദര, മരണശേഷം ജീവിതമുണ്ട്. ആ ജീവിതത്തിൽ സെക്ടാവ് മുമ്പിൽ നിന്റെ ജീവിതത്തിന്റെ കണക്കുകൾ പറയേണ്ടി വരും. നന്മകൾക്ക് പകരം നന്മയും തിന്മകൾക്ക് പകരം അതിനനുസരിച്ചുള്ള പ്രതിഫലവും നൽകുന്ന ഒരു ലോകമുണ്ടെന്ന് ബോധ്യപ്പെടുത്തി കൊടുത്തുകൊണ്ട് അവർക്ക് അല്ലാഹുവിന് ജീവിതം സമർപ്പിച്ചാൽ അവിടെ ഭീകരവാദികൾ വരികയില്ല, അവിടെ തീവ്രവാദികൾ വരികയില്ല. തന്റെ സഹവിജീവിയുടെ ജാതിയും മതവും നോക്കിക്കൊണ്ട് അവിടെ അവനെ തലയെറുക്കാനും അവന്റെ കഴുത്തെറുക്കാനും അവനെ പ്രേരിപ്പിക്കുന്നവർ അല്ലാഹുവിന് ജീവിതം സമർപ്പിച്ചവരിൽ നിന്ന് ഉണ്ടാവുകയില്ല. അത് ഇസ്ലാമിക സന്ദേശമാണ്. നോക്കൂ നിങ്ങൾ, നമ്മൾ ജീവിക്കുന്ന സമൂഹത്തില് പരമത വിശ്വാസികളെ ഉന്മൂലനം ചെയ്യൽ, അവരെ നശിപ്പിക്കൽ തങ്ങളുടെ ബാധ്യതയാണെന്ന് ഒരു സമൂഹത്തെ കൊണ്ട് ബോധ്യപ്പെടുത്തിക്കൊണ്ട് എങ്ങനെയൊക്കെ ഇസ്ലാം വിരോധം കടക്കി കൂട്ടുവാൻ കഴിയുമോ അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന ഫാസിസത്തിന്റെ കരാളഹസ്തങ്ങൾക്ക് മുമ്പിൽ മുസ്ലിം സമൂഹത്തിന് സുന്ദരമായി 200-ലധികം വരുന്ന തന്റെ അനുയായികളെ കൊന്ന് കൊല വിളിച്ച എന്ന കൊടും ഭീകരനെ തന്റെ പള്ളിയിൽ പ്രതിക്രിയക്ക് പോലും ലഭിച്ചിട്ടും സുമാമ താങ്കൾ എന്താഗ്രഹിക്കുന്നു എന്ന് ചോദിക്കുമ്പോ താങ്കൾക്ക് എന്നെ കൊല്ലാം, താങ്കളുടെ അനുയായികളെ ഞാൻ കൊലപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറയുമ്പോ താങ്കളെ ഞാനിതാ വെറുതെ വിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് വിട്ടുവീഴ്ചയുടെ മഹാമനസ്കത കാട്ടിയ ഇസ്ലാമിന്റെ വക്താക്കളാണ് എന്ന തിരിച്ചറിവ് നമ്മൾക്കുണ്ടാകണം. ഈജിപ്തിനെ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന മഹാനായ അംറുല്ലാഹ് റളിയല്ലാഹു അൻഹു അവിടെ വിട്ടു പോരുമ്പോ ജിസിയയായി അവിടെ നിന്ന് പിടിച്ചെടുത്തിരുന്ന 2 ദിർഹം 1 വർഷം പൂർത്തിയാക്കിയില്ല എന്ന് കണ്ടപ്പോ ഓരോ മുക്കുമൂലകളിലും സംവിധാനമുണ്ടാക്കി, ബാങ്ക് സംവിധാനമുണ്ടാക്കി അമുസ്ലിം സഹോദരങ്ങളിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുള്ള 2 ദിർഹം, അവരുടെ സുരക്ഷത്തിന് വേണ്ടി പിടിച്ചെടുത്ത 2 ദിർഹം തിരിച്ചേൽപ്പിച്ച ചരിത്രമാണ് ലോകത്തിന് മുമ്പിൽ മുസ്ലിം സമൂഹത്തിന് പറയാനുള്ളത്. തന്റെ മുഖത്ത് കാർക്കിച്ച് തുപ്പിയവർ, തന്നെ ചവിട്ടിത്തേക്കാൻ ശ്രമിച്ചവർ, തന്നെ കൊലപ്പെടുത്താൻ ശ്രമിച്ചവർ, ഇരുളിന്റെ മറവിൽ തന്നെ
കൊലപ്പെടുത്താൻ വന്നവർ നിങ്ങൾ സ്വതന്ത്രരാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ തെറ്റുകൾ ഞാൻ വിട്ടുതന്നിരിക്കുന്നു എന്ന് പറഞ്ഞ പ്രവാചക മാതൃകയെ സമൂഹത്തിന് മുമ്പിൽ കാണിച്ചു കൊടുത്ത സ്നേഹത്തിന്റെ സൗഹാർദ്ദത്തിന്റെ വഴികളിലൂടെ തിരുത്തൽ ശക്തിയായി മുന്നിൽ നിൽക്കാൻ മുസ്ലിം ഉമ്മത്തിന്റെ ഇന്നലകളിലെ ചരിത്രങ്ങളിലേക്ക് പിറകെ പോകാൻ ഈ ഈദുൽ ഫിത്തർ നമുക്ക് പ്രചോദനമാവട്ടെ എന്നതാണ് എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്താനുള്ളത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലഹരിക്കെതിരെ അതിശക്തമായ ഒരു പോരാട്ടം അനിവാര്യമാണ്. അത് കേവലം ഏതെങ്കിലും ഒരു സമൂഹത്തിന് വേണ്ടിയുള്ളതല്ല, ഏതെങ്കിലും സമുദായത്തിന് വേണ്ടിയുള്ളതല്ല. ഈ നാടിന്റെ, ഈ രാജ്യത്തിന്റെ സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ അടുത്ത തലമുറയെ സുരക്ഷിതമായി അവരുടെ ബുദ്ധിയും അവരുടെ വിചാരവും അവരുടെ വിവേകവും നാടിന് ഉപകാരപ്പെടുന്നതാണെന്ന് ഉറപ്പുവരുത്തൽ എന്റെ ബാധ്യതയാണ്, നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ്. അതിന് ജനകീയമായ ശബ്ദങ്ങൾ ഉയരണം. നമ്മൾ സർക്കാരിന്റെ കൂടെ ചേർന്ന് നിൽക്കണം. സർക്കാരും അതിന്റെ നിയമ സംവിധാനങ്ങൾക്കും ശക്തമായ റോൾ ഈ വിഷയത്തിലുണ്ടെന്ന് നാം തിരിച്ചറിഞ്ഞുകൊണ്ട് പൊതുസമൂഹത്തിന്റെ ഉത്തരവാദിത്തമായി ഏറ്റെടുത്തുകൊണ്ട് ലഹരിക്കടിമപ്പെടുന്ന പുതിയ തലമുറയെ മോചനത്തിന്റെ വഴിയിലേക്ക് ക്ഷണിക്കാൻ പ്രിയപ്പെട്ടവരെ നമ്മൾ തയ്യാറാവുക. തീർന്നില്ല. ഇവിടെ ഒരുമിച്ച് കൂടിയ പ്രിയപ്പെട്ട സഹോദരിമാരോട്, നിങ്ങളുടെ സുരക്ഷിതത്തിന്റെ സുന്ദരമായ നിയമങ്ങളാണ് ദൈവം സർക്കാർ ഇസ്ലാമിക നിയമങ്ങളിലൂടെ നൽകിയിട്ടുള്ളത്. സ്ത്രീയെ കേവലം ഒരു വിൽപ്പന ചരക്കായി മാത്രം കാണുന്ന, കമ്പോള ചരക്കായി മാത്രം കാണുന്ന, ആ നിങ്ങളുടെ ശരീരത്തെയും സൗന്ദര്യത്തെയും ചൂഷണം ചെയ്യുന്നവരുടെ ലക്ഷ്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് സുരക്ഷിതമായ ജീവിതം നയിക്കാനുള്ള മാർഗങ്ങളെ പറ്റി ആലോചിച്ച് മുന്നോട്ട് പോകണമെന്ന് പ്രത്യേകമായി സ്ത്രീ സമൂഹത്തെയും ഓർമ്മപ്പെടുത്തുകയാണ്. എന്റെ ഈ എനിക്ക് കേൾക്കുന്ന പ്രിയപ്പെട്ട യുവാക്കൾ, യുവജന സമൂഹം, വിദ്യാർത്ഥി സമൂഹം നാളെ ഈ രാജ്യത്തിന്റെ നട്ടല്ലാവേണ്ടവരാണ്. നമ്മുടെ രാജ്യത്തെ ശരാശരി സമൂഹത്തിന്റെ പ്രായം മഹാഭൂരിപക്ഷവും യുവത്വത്തിൻ്റെതാണ്. 23-നും 30-നും ഇടയിലുള്ളവരാണ്. പക്ഷേ ആ യുവാക്കൾ, ആ യുവ സമൂഹം ഇന്ന് എത്ര കണ്ട് ഉപകാരപ്പെടുന്നു ഈ നാടിന് എന്നത് നമ്മൾ തിരിച്ചറിയണം. എന്റെ ജീവിതം ഈ നാടിനും സമൂഹത്തിനും എനിക്കും എന്റെ കുടുംബത്തിനും ഉപകാരമുള്ളതേ ചെയ്യൂ എന്ന തീരുമാനമെടുക്കാൻ ഈദുൽ ഫിത്തർ നമുക്ക് പ്രചോദനമാവട്ടെ. അതോടൊപ്പം തന്നെ നമ്മൾ സന്തോഷത്തോടു കൂടി പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസപ്പെടുന്ന അല്ലാഹു ഉച്ചരിക്കാൻ കഴിയാതെ നിറഞ്ഞ കണ്ണുകളോടുകൂടി മാത്രം ഈദുൽ ഫിത്തറിലെ തക്ബീറുകളെ ഉരുവിടുന്ന പലസ്തീനിലെ ഗസയിലെ ചിത്രങ്ങളും വീഡിയോകളും ഇന്നലെ കണ്ടവരാണ് നമ്മൾ. തകർന്നു വീണ വീടിന് പരിസരത്ത്, തകർന്നു വീണ പള്ളിക്ക് പരിസരത്ത് ഈദ്ഗാഹുകൾ നടത്തിയവർ, അവരെ പ്രാർത്ഥിക്കാൻ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മൾ തയ്യാറാവുക. പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. സിനിമകളും സീരിയലുകൾക്കും നൽകേണ്ടതായ ചില സ്ഥാനങ്ങൾ എന്താണെന്ന് ഇസ്ലാമിക അധ്യാപനങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ കേവലം ഒരു കലയിൽ വന്ന വാചകങ്ങളും അധിക സത്യങ്ങളും അസത്യമാണെന്ന് പറയപ്പെടുമാറ് അതിനു വേണ്ടിക്കൊണ്ട് സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പറയുന്ന സത്യങ്ങളെ കുടിച്ചു മൂടാൻ വേണ്ടി പരിശ്രമിക്കുന്ന ഏതൊരധികാരിയുടെയും മുമ്പിൽ ഏറ്റവും വലിയ ധർമ്മസമരം അക്രമകാരിയായ നിനക്ക് അനീതിയുടെ കൂട്ടാളിയാണെന്ന് തോന്നിയ അധികാരിയുടെ മുമ്പിൽ സത്യം പറയലാണെന്ന ആ സത്യത്തെ വിളിച്ചു പറയാൻ ധൈര്യസമേതം ചങ്കൂറ്റത്തോടുകൂടി അതേറ്റെടുക്കുന്ന, അവിടെ ഈ ജീവിക്കുന്ന രാജ്യവും ഏത് സമൂഹവും ഏത് രാഷ്ട്രത്തിലാണെങ്കിലും സത്യം മൂടി വെക്കാൻ അനുവദിക്കില്ലെന്ന് പ്രഖ്യാപിക്കുന്ന യഥാർത്ഥ വിശ്വാസികളായി നമ്മൾ മാറുക. സൗഹാർദ്ദത്തോടുകൂടി പെരുന്നാൾ ആഘോഷിക്കുക. പെരുന്നാളിന് വരുന്നതും പോകുന്നതും രണ്ട് വഴികളിലൂടെയാണ്. കൂടുതൽ ബന്ധങ്ങൾ ഊഷ്മളമാക്കാനാണ്. സ്നേഹത്തിന്റെ, സഹവർത്തിത്വത്തിന്റെ, സഹോനുഭൂതിയുടെ സന്ദേശം പകർന്നുകൊണ്ട് പെരുന്നാൾ ആഘോഷിക്കുക. ആഘോഷങ്ങൾ അത് നിയന്ത്രണാതീതമാണ്. പെരുന്നാൾ ആരാധനയാണ്. ആഘോഷങ്ങളും ആരാധനയുടെ ഭാഗമാണ്. മദ്യചഷകങ്ങൾ കൂട്ടിമുട്ടിച്ചുകൊണ്ടോ ആരാധനകൾക്ക് ഭംഗം വരുന്ന വിനോദയാത്രകൾ കൊണ്ടോ അല്ല. ആയിരക്കണക്കിന് ആളുകൾ ഭക്ഷണമില്ലാതെ പറയുന്ന ലോകത്ത് ഒരുപാട് ഭക്ഷണമുണ്ടാക്കി വേസ്റ്റാക്കി കളഞ്ഞുകൊണ്ടല്ല പെരുന്നാളാഘോഷം. ആരാധനയുടെ ഭാഗമാണെന്ന് തിരിച്ചറിഞ്ഞ് സന്തോഷത്തോടു കൂടി ആഘോഷിക്കുക. നാളെ അല്ലാഹുവിനെ കണ്ടുമുട്ടും. മനുഷ്യന് അവൻ ചെയ്തതല്ലാതെ പിന്നെയുണ്ട് എന്ന, അതല്ലാതെ എന്ത് ലഭിക്കുമെന്ന ഖുർആനിന്റെ അധ്യാപനത്തെ മടങ്ങി ആ അധ്യാപനം നമ്മുടെ കർമ്മങ്ങൾ നാളെ പരലോകത്തിൽ കാണിക്കപ്പെടും എന്ന് തീരുമാനിച്ചുകൊണ്ട്, അറിഞ്ഞുകൊണ്ട് സന്തോഷത്തോടു കൂടി പിരിയുക. പരസ്പരം സ്നേഹവും
വിശേഷണങ്ങളും ഉണ്ടാവുക. അതിന്റെ പ്രതിഫലത്തെ ആഗ്രഹിക്കുക. മുസ്ലിമായി ജീവിച്ചു മരിക്കുമെന്ന് പ്രതിജ്ഞയെടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ജീവിതം സമർപ്പിച്ചവരാണ് മുസ്ലിം. ആ സെക്ടാറിന്റെ നിയമത്തിന് വിരുദ്ധമായി, അല്ലാഹുവിന്റെ താല്പര്യത്തിന് വിരുദ്ധമായി ഒരു തിന്മയും എന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല, ഒരു നന്മയും ഞാൻ കൈവടിയില്ല എന്ന് തീരുമാനിക്കുക. അവരാണ് അനുഗ്രഹീതർ, അവരാണ് ഇന്നലെ ഈസത്തുള്ളവർ. ആ മാർഗം സ്വീകരിക്കുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അർഹമായ റബ്ബ് റമദാനിൽ നാം അനുഷ്ഠിച്ചിട്ടുള്ള നോമ്പ് സൽക്കർമ്മങ്ങൾ നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അർഹമായ റബ്ബ് റമദാനിലെ കർമ്മങ്ങൾ സ്വീകരിച്ച് പരലോകത്തിൽ വിജയിച്ചവരിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അടക്കം ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ പ്രയാസപ്പെടുന്നവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സമാധാനവും സ്വസ്ഥതയും അവർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ള വിജയവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവർ, ഇവിടെ പറയുമ്പോ ശരീര ഷഹാദത്ത് ആഗ്രഹിച്ചുകൊണ്ട് പൊട്ടിക്കറിയുന്ന കുഞ്ഞുങ്ങളുടെ നിലവിളികൾ കേൾക്കുന്ന സഖാവേ, അവർക്ക് അഭയം നൽകുന്നവനില്ല, അഭയം നൽകുന്ന നാഥ, അഭയം നൽകുന്ന നാഥ, അഭയാർത്ഥികളെ സൃഷ്ടിക്കുന്ന നാഥ, ഏതൊരു പണക്കാരനെ പാവപ്പെട്ടവരാക്കുന്ന നാഥ, നിന്നിലാണ് അഭയം, നിന്നിലാണ് അഭയം. ഞങ്ങളുടെ പ്രപിതാക്കൾ ഇന്നലെ സമ്പാദിച്ചതിന്റെ വേദിക്കായി നൽകിയിട്ടുള്ള ഭൂമികളുണ്ട്, സ്വത്തുക്കളുണ്ട്. അർഹമായ റബ്ബേ, നിയമപരമായി ഞങ്ങളെ കൊണ്ട് കഴിയുന്നത് ഞങ്ങൾ ചെയ്യാം. ബാക്കിയുള്ള സുരക്ഷിതത്വം സഖാവേ നീ ഏൽക്കണേ റഹ്മാനെ. കഅബാലയത്തിന്റെ സംരക്ഷണം അബ്രഹത്തിന്റെ ചെറുതറപ്പേ, നിന്നിലാണ് ഞങ്ങളുടെ ഭയം, നിന്നിലാണ് ഞങ്ങളുടെ ഭയം. കാക്കണേ റഹ്മാനെ, കാക്കണേ റഹ്മാനെ. അഭയം നൽകണേ നാഥ, അഭയം നൽകണേ നാഥ, അഭയം നൽകണേ നാഥ. അല്ലാഹുമ്മ ഖുലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി, കോർപ്പറേഷൻ മേയർ മുസ്ലിഹ് മഠത്തിൽ, BJP ദേശീയ ഉപാധ്യക്ഷൻ AP അബ്ദുള്ളക്കുട്ടി, ഹൈക്കോടതി ജഡ്ജ് മുഷ്താഖ് തുടങ്ങിയ പ്രമുഖർ പങ്കെടുത്തു. ഇന്ന് വിശ്വാസി സമൂഹം ഒരു മാസത്തെ വ്രതാനുഷ്ഠാനത്തിന് ശേഷം പെരുന്നാൾ ആഘോഷിക്കുകയാണ്. ഈ ഒരു മാസം നേടിയെടുത്ത ആത്മചൈതന്യം അത് ജീവിതത്തിൽ ഉടനീളം കൊണ്ടുപോകാൻ സാധിക്കണം. അതോടൊപ്പം സ്നേഹത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും സുഹൃത നിമിഷങ്ങൾ കൈമാറാനുള്ളതായിരിക്കണം ഈദ് ആഘോഷം എന്നുള്ളതാണ്. വർത്തമാനകാലത്ത് ഇന്ന് സൗഹാർദ്ദവും സാഹോദര്യവും ഒക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പരസ്പരം സ്നേഹിക്കാനും സഹകരിക്കാനുമാണ് ഓരോ ഈദും ഓർമ്മപ്പെടുത്തുന്നതെന്നാണ് വിശ്വാസി സമൂഹത്തോടും മുഴുവൻ ജനങ്ങളോടും പ്രത്യേകിച്ച് പറയാനുള്ളത്. ഇന്ന് പെരുന്നാൾ ആഘോഷിക്കുന്ന എല്ലാവർക്കും കണ്ണൂർ സിറ്റി ചാനലിൻ്റെ ഈദ് ആശംസകൾ നേരുന്നു. ഈ ദിനത്തിൻ്റെ മാഹാത്മ്യം, അതിന് പ്രാധാന്യം ഒരു മുഖവരി നൽകേണ്ട കാര്യമില്ല. മുസ്ലിം സഹോദരങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു സമർപ്പണത്തിൻ്റെ, ആചാരത്തിൻ്റെ, അനുഷ്ഠാനത്തിൻ്റെ ഒരു അനുഗ്രഹീതമായ വിശുദ്ധമായ ദിനങ്ങൾക്ക് ശേഷം ഇന്ന് ഈ പെരുന്നാൾ ദിനം ആഘോഷിക്കുകയാണ്. മാനവികത, മനുഷ്യസ്നേഹം, ആ മനുഷ്യനായി കാണാൻ കഴിയുന്ന ഇസ്ലാം മതം, പട്ടിണി കിടക്കുന്നവൻ്റെ വേദന, ജീവിതത്തിൽ ദുഃഖവും വേദനയും സഹിക്കുന്ന മനുഷ്യൻ്റെ വികാര വിചാരങ്ങൾ, അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് അവർക്ക് വേണ്ടിയുള്ള സമർപ്പണത്തിൻ്റെ കൂടി അനുഗ്രഹീതമായ പ്രാർത്ഥനാ ദിനങ്ങളാണ് കടന്നുപോയത്. ഈ വർഷം ലഹരിക്കെതിരായിട്ടുള്ള സന്ദേശം കൂടി പ്രചരിപ്പിക്കപ്പെടുകയാണ്. അത് ഏറ്റവും വലിയ കർമ്മമാണ്. ലഹരി ഉണ്ടാക്കുന്ന അത്യന്തം ആപരകരമായ വിപത്ത് നമ്മുടെ നാടിനെ, ലോകത്തെ രക്ഷിക്കാനുള്ള ഒരു വലിയ മഹിതമായ ധർമ്മമായി നിർവഹിക്കാൻ കഴിയണം. അത് നിർവഹിക്കാൻ കഴിയുന്ന ഒരു കൂട്ടായ്മയാണ് ഇസ്ലാം മതം. വിശക്കുന്നവൻ്റെ വിശപ്പ്, ദുഃഖിക്കുന്നവൻ്റെയും വേദനിക്കുന്നതിൻ്റെയും പ്രയാസങ്ങൾ, ഇതെല്ലാം അറിയുന്ന ഒരു മഹാസംഘാടനം ആ സമൂഹം ഈ നിലപാട് കൂടി സ്വീകരിച്ചത് ഏറ്റവും നന്നായിട്ടുണ്ട്. അത് വിജയകരമായി തീരട്ടെ. അതിന് തീർച്ചയായും അനുഗ്രഹം, അല്ലാഹുവിൻ്റെ അനുഗ്രഹം നമുക്കെല്ലാം ഉണ്ടാകട്ടെ എന്നുകൂടി ഞാൻ സന്ദർഭത്തിൽ ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദിനാചരണ ആശംസകൾ ഞാൻ ഹൃദയപൂർവ്വം സമർപ്പിക്കുന്നു. നമസ്കാരം. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഈദ് ആശംസകൾ നേരുന്നു. ഞങ്ങളിന്ന് കണ്ണൂർ ജവഹർ സ്റ്റേഡിയത്തിലാണ് ഈദ്ഗാഹിൽ പങ്കെടുത്തത്. സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്ദേശവുമായി ഈദ് നമസ്കാരത്തിന് ശേഷം ആളുകൾ സൗഹൃദം പങ്കിടുകയാണ്. ഇന്ന് ഇമാം നൽകിയിട്ടുള്ള പ്രധാനമായ സന്ദേശം നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് യുവാക്കളെ കാർന്നു തിന്നുന്ന ലഹരിക്കെതിരെ
ഒരു വലിയ പ്രതിജ്ഞ മാത്രമല്ല, ഒരു പ്രാർത്ഥന തന്നെ അദ്ദേഹം നടത്തുകയുണ്ടായി. കഴിഞ്ഞ ഒരു മാസം കഠിനമായ വ്രതത്തിന് ശേഷം ഇന്ന് ഈദ് ആഘോഷിക്കുകയാണ്. ഈ ആഘോഷത്തെ ഒരു ആരാധനയായി കണ്ട് അച്ചടക്കവും നിയന്ത്രണവും പാലിക്കണമെന്നുകൂടി ഇമാം ഉദ്ഘോഷിക്കുകയുണ്ടായി. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഈദാശംസകൾ. സമാധാനത്തിൻ്റെ, പുരോഗതിയുടെ, ശാന്തിയുടെ, ലോകം മുഴുവൻ സമാധാനം ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടിയാണ് ഈദ്ഗാഹിൽ നിന്ന് നമ്മൾ പിരിയുന്നത്. ഒരിക്കൽ കൂടി സിറ്റി ചാനലിലെ എല്ലാ പ്രേക്ഷകർക്കും ഈദാശംസകൾ നേരുന്നു. സഹോദരങ്ങളെ, പെരുന്നാളുകൾ ആഘോഷങ്ങളുടെ സന്ദർഭമാണ്. ആഘോഷങ്ങൾ പരസ്പരം സാമൂഹിക ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുന്ന രൂപത്തിലാണ് ഇസ്ലാം പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ഈദുൽ ഫിത്തർ, അതിലെ ഫിത്ർ സക്കാത്തുമായി ബന്ധപ്പെട്ട ഇസ്ലാമിക ദാനധർമ്മം, അത് പാവപ്പെട്ടവരെ, പട്ടിണി പാവങ്ങളെ ചേർത്ത് പിടിക്കാനുള്ള വലിയ സന്ദേശമാണ്. അഥവാ ഓരോ പെരുന്നാളും ചേർത്ത് പിടിക്കലിൻ്റെ സന്ദേശമാണ് ലോകത്തോട് നൽകിയിട്ടുള്ളത്. ഈ ഈദുൽ ഫിത്തറും അങ്ങനെയാവട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. സിറ്റി ചാനലിൻ്റെ എല്ലാവിധ പെരുന്നാൾ ആശംസകൾക്കും പ്രിയപ്പെട്ട പ്രേക്ഷകർക്കായി അറിയിക്കുന്നു. മുൻ നഗരസഭാ ചെയർമാൻ കുഞ്ഞു മുഹമ്മദ് സാഹിബ്, കൺവീനർ അഡ്വക്കേറ്റ് അബ്ദുൾ സലാം, KS മുഹമ്മദ് അലി, VP മുനീർ, മഷൂദ്, നിസാമുദ്ദീൻ തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. ഞങ്ങളെ ഈ സ്റ്റേഡിയം കോർണറിൽ ഗ്രൗണ്ടിൽ തുടങ്ങിയിട്ട് ഏകദേശം 1992 മുതൽ സംയുക്ത മുസ്ലിം സംഘടനകൾ നടത്തുന്ന ഈദ്ഗാഹാണിത്. എല്ലാ തവണയും ഓരോ വിഭാഗം ഖത്തീബുമാർ, ഇമാമുമാർ നേതൃത്വം കൊടുത്തുകൊണ്ടുള്ള ഈദ്ഗാഹാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. വ്യത്യസ്ത മുസ്ലിം സംഘടനകൾ സംയുക്തമായി നടത്തുന്നതാണ്. കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഈദ്ഗാഹായിട്ടാണ് ഇതിനെ കണക്കാക്കപ്പെടുന്നത്. ഏകദേശം 1992 മുതൽ സ്ഥിരമായി നടന്നുകൊണ്ടിരിക്കുന്ന ഈദ്ഗാഹാണ്. ഈ ഈദ്ഗാഹ് മറ്റു ഈദ്ഗാഹിനെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്തത പുലർത്തുന്നതാണ്. വിവിധ തുറകളിലുള്ള, നാനാ തുറകളിലുള്ള പ്രമുഖരും ഈ ഈദ്ഗാഹിൽ പങ്കെടുക്കാറുണ്ട്. പിന്നെ സ്ത്രീകൾക്ക് പ്രത്യേകമായിട്ട് സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇത്തവണ മുതൽ നമ്മൾ സമയം കുറച്ചുകൂടി ചൂടധികമായതുകൊണ്ട് 40 വർഷത്തോളമായി 7:30 മണിക്ക് നടത്തിയിരുന്നത് ഇത്തവണ 7 മണിയിലേക്ക് അഡ്വാൻസ് ചെയ്തു. പക്ഷേ എല്ലാവരും എത്തിയിരുന്നു. ആർക്കും നിസ്കാരം കിട്ടാണ്ടായിട്ടില്ല. വളരെ കൃത്യമായിട്ട് തന്നെ ആൾക്കാർ എത്തിയിട്ടുണ്ട്. ഏകദേശം 5,000-10,000 ആൾക്കാർ ഈ ഈദ്ഗാഹിൽ സ്ഥിരമായിട്ട് പങ്കെടുക്കാറുണ്ട്. ചെയർമാനായിട്ട് പി കുഞ്ഞുമ്മദ് സാഹിബ്, കണ്ണൂരിലെ പഴയ കണ്ണൂർ മുനിസിപ്പൽ ചെയർമാനായിരുന്ന പി കുഞ്ഞുമ്മദ് സാഹിബാണ് ചെയർമാൻ. അത് ഇപ്പോൾ അടുത്ത് പോയിട്ടുണ്ട്. ഇപ്പോൾ ഉണ്ടായിരുന്നു, കുറച്ച് നേരത്തെ ഇവിടുന്ന് പോയതാണ്. ഞങ്ങൾ ബാക്കി 6 മെമ്പർമാരാണുള്ളത്. നമ്മൾ 4 ആൾക്കാരും, പിന്നെ ഗസാലി ഉണ്ട്, KS മുഹമ്മദ് അലി അജി ഉണ്ട്, കുഞ്ഞുമ്മദ് സാഹിബ്, അങ്ങനെ 7 ആളാണ് നമ്മൾ കമ്മിറ്റിയിലുള്ളത്. അതിനിടയിൽ 4 വർഷം നമ്മൾ മഴയായിട്ട് മാറ്റിവെച്ചിട്ടുണ്ട്. ആ ഒഴികെ ബാക്കി 32 കൊല്ലമായിട്ട്, അല്ല 33 കൊല്ലത്ത് 4 കൊല്ലം മാത്രം നമ്മൾ മഴയാണ്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കിയെല്ലാം ഭംഗിയിൽ ഇതേപോലെ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ പ്രാതിനിധ്യമുള്ള ഒരു ഈദ്ഗാഹ്. അതുകൂടി ഇതിൻ്റെ പ്രത്യേകത. ഇവിടെ ഞങ്ങളെ ഈ ഈദ്ഗാഹ് എല്ലാ മീഡിയ വ്യക്തികളും കൃത്യമായിട്ട് കവറേജ് ചെയ്യുന്നുണ്ട്, പ്രത്യേകിച്ച് സിറ്റി ചാനൽ. അതുകൊണ്ട് നിങ്ങളിവിടെ എല്ലാവരോടും നന്ദി അറിയിക്കുകയാണ്. ഇനിയും തുടർന്നും സഹകരണം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവരും നല്ല സഹകരണത്തോടെയാണ് ഈ പരിപാടി സംപ്രേഷണം ചെയ്യുന്നത്. എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്.